നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്റ്റ് എന്നുള്ള മോഡൽ വെർബിനെ പറ്റിയാണ്. മസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് സിറ്റുവേഷനുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നെസസറി ആണ്, മീൻസ് അത് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്നിങ്ങനെയൊക്കെ പറയുവാനായിട്ട് നമ്മൾ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ പോസിബിലിറ്റീസ്, അതായത് സാധ്യതകൾ. അതായത് നമ്മൾ ഊഹിച്ച് സാധ്യതകളൊക്കെ പറയുമല്ലോ, ഇങ്ങനെ ഊഹിച്ച് സാധ്യതകളൊക്കെ പറയുവാനായിട്ട് നമ്മൾ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സിറ്റുവേഷനിലുള്ള ഈ രണ്ട് സാഹചര്യത്തിലുള്ള കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, വി മസ്റ്റ് ഫിനിഷ് ദിസ് നൗ. ഈ സെൻറ്റൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇപ്പോൾ തീർക്കണം എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. വി മസ്റ്റ് ഫിനിഷ് ദിസ് നൗ. ഇവിടെ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇപ്പോൾ തീർക്കേണ്ടതാണ്, അതായത് തീർച്ചയായും തീർക്കണം എന്നിങ്ങനെ ഒരു ഐഡിയ കൊടുക്കുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് തീർക്കേണ്ട കാര്യമാണ്, അത്യാവശ്യമായിട്ടും തീർക്കേണ്ട കാര്യമാണ് എന്നൊരാശയം, എന്നൊരു ഐഡിയ പറയുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മസ്റ്റിൻ്റെ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദ സ്റ്റുഡൻസ് മസ്റ്റ് പാസ് ദെയർ ഫൈനൽ എക്സാം. സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അവരുടെ ഫൈനൽ എക്സാം പാസ്സാകണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഇവിടെ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫൈനൽ എക്സാം പാസ്സാകുന്നത് എന്നൊരാശയം കൊടുക്കുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റൻസ് നമുക്ക് ഹാവ് ടുവും ചേർത്ത് പറയാം. ഹാവ് ടുവും ഇതേ ആശയം തന്നെയാണ് കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയുവാനായിട്ട് നമ്മൾ ഹാവ് ടുവും യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ഹാവ് ടുവിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിമിലാർ ആശയം തന്നെയാണ്. നമുക്ക് മസ്റ്റും ഹാവ് ടുവും ഈ സെൻറ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നത്, എങ്ങനെയാണോ കൊടുക്കുന്നത്, അതനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഇഷ്ടമാണ്. മസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, തീർച്ചയായിട്ടും പാസ്സാകണം, ആ ഒരു ആശയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൂട്ടിയാണ് പറയുന്നത്. മീൻസ് മസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ എംഫസൈസ് ചെയ്യുന്നതിൻ്റെ അളവ്, അത് പറയുന്നതിൻ്റെ ആ ഒരു അളവ് കുറച്ച് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. ഹാവ് ടുവും സിമിലാർ മീനിങ് തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടം ഏത് യൂസ് ചെയ്യണമെന്നുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് ആ മെസ്സേജ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദ സ്റ്റുഡൻസ് മസ്റ്റ് പാസ് ദെയർ ഫൈനൽ എക്സാം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനൽ എക്സാം പാസ്സാകണം എന്നാണ് അതിൻ്റെ ആശയം. നെക്സ്റ്റ്, യു മസ്റ്റ് ഗെറ്റ് ടു വർക്ക് ഓൺ ടൈം. ഈ വർക്കിന് കറക്റ്റ് സമയത്ത് വരണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. യു മസ്റ്റ് ഗെറ്റ് ടു വർക്ക് ഓൺ ടൈം. ഇവിടെ മോഡൽ വെർബായ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നീ കറക്റ്റ് സമയത്ത് വരണം എന്ന കാര്യത്തെ എടുത്തു പറയുവാനായിട്ടാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ തീർച്ചയായിട്ടും പറയും, നീ തീർച്ചയായിട്ടും വർക്കിന് കറക്റ്റ് സമയത്ത് വരണം എന്ന രീതിയിൽ പറയുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മസ്റ്റിന് പകരം ഹാവ് ടുവും യൂസ് ചെയ്ത് സംസാരിക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ആ എംഫസൈസ് ചെയ്യുന്നതിൻ്റെ അളവിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ സെൻറ്റൻസിലൂടെ മറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻസ് നീ കറക്റ്റ് സമയത്ത് വരണം, അല്ലെങ്കിൽ നിനക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നീ കറക്റ്റ് സമയത്ത് വർക്കിന് എത്തണം എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ ആ ഒരു ഐഡിയ ഒന്ന് കൂട്ടി പറയുവാനായിട്ടാണ്, എംഫസൈസ് ചെയ്യുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് ചേർത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. യു മസ്റ്റ് സ്റ്റോപ്പ്. നീ ഇത് നിർത്തണം. നമ്മൾ ചിലരോടൊക്കെ പറയാറുള്ളൊരു സെൻറ്റൻസാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസാണിത്. യു മസ്റ്റ് സ്റ്റോപ്പ് എന്ന്, നീ അത് നിർത്തണം, നീ ആ ചെയ്യുന്ന കാര്യം നിർത്തണം എന്ന് പറയാറുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ മസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, ഹാവ് ടുവും യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങൾ എന്താണോ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യു മസ്റ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. ടെസ്റ്റ് സമയത്ത്, എക്സാം സമയത്ത് നീ സംസാരിക്കുന്നത് നിർത്തണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. യു മസ്റ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. ഇവിടെ മസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് യൂസ് ചെയ്തതിൻ്റെ കാര്യം എക്സാം ടൈമിൽ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നീ നിർത്തണം, അതായത് നീ സംസാരിക്കുന്നത് നിർത്തണം എന്നൊരു കാര്യത്തെ എടുത്തു പറയുവാനായിട്ടാണ്, മീൻസ് ആ ഒരു കാര്യത്തെ എംഫസൈസ് ചെയ്ത് പറയുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് ചേർത്തിരിക്കുന്നത്. മസ്റ്റിൻ്റെ ഐഡിയ പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഐഡിയയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ്,
യു മസ്റ്റ് സ്റ്റോപ്പ് യൂസിങ് യുവർ ഫോൺ ഡ്യൂറിങ് ദ മൂവി, ഇറ്റ്സ് ഡിസ്ട്രാക്റ്റിംഗ്. ഒരാൾ പറയുന്ന ഒരു സെൻറ്റൻസാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു മൂവി തിയേറ്ററിൽ സിനിമ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുകയാണ്, യു മസ്റ്റ് സ്റ്റോപ്പ് യൂസിങ് യുവർ ഫോൺ ഡ്യൂറിങ് ദ മൂവി, ഇറ്റ്സ് ഡിസ്ട്രാക്റ്റിംഗ്. അതായത് നീ മൂവി കാണുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തണം, ഇറ്റ്സ് ഡിസ്ട്രാക്റ്റിംഗ്, അതിൻ്റെ ശ്രദ്ധ മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ നീ അത് നിർത്തണം, തീർച്ചയായിട്ടും നിർത്തണം എന്നൊരാശയത്തിൽ പറയുവാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. മസ്റ്റിൻ്റെ ഐഡിയ പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്, നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഇവിടെ മോഡൽ വെർബായ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതെന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ റൂൾസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരാശയത്തിൽ പറയാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആശയം പിടി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. വി മസ്റ്റ് കറക്റ്റ് ദീസ് പ്രോബ്ലംസ് സൂൺ ഓർ ദ പ്രോജക്റ്റ് വിൽ ഫെയിൽ. നമ്മൾ ഉടനെ തന്നെ ഈ പ്രോബ്ലംസ് പരിഹരിക്കണം, ഓർ ദ പ്രോജക്റ്റ് വിൽ ഫെയിൽ, അല്ലെങ്കിൽ പ്രോജക്റ്റ് പരാജയപ്പെട്ടു പോകും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ പ്രോബ്ലംസ് ഉടനെ തന്നെ പരിഹരിക്കണം എന്നൊരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടാനായിട്ടാണ് നമ്മളവിടെ മോഡലായ മസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു മസ്റ്റ് നോട്ട് ഡു ഇറ്റ്, നീ അത് ചെയ്യരുത് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് നെഗറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മസ്റ്റ് നോട്ടാണ് വന്നിരിക്കുന്നത്. നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിങ്ങനെ ഒരു ആശയം കൊടുക്കാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് നോട്ട് ചേർത്തിരിക്കുന്നത്. സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു മസ്റ്റ് കം ആൻഡ് സ്റ്റേ വിത്ത് അസ് 1 വീക്കെൻഡ്. ഒരു വീക്കെൻഡിൽ ഞങ്ങളോട് വന്ന് താമസിക്കണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഒരു വീക്കെൻഡിൽ ഞങ്ങളോട് വന്ന് താമസിക്കണം, ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടാനായിട്ടാണ്, മീൻസ് തീർച്ചയായിട്ടും വന്ന് താമസിക്കണം എന്ന് പറയാനായിട്ടാണ് നമ്മളവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ പറയുന്നൊരു സെൻറ്റൻസാണിത്. യു മസ്റ്റ് കം ആൻഡ് സ്റ്റേ വിത്ത് അസ് 1 വീക്കെൻഡ്. നെക്സ്റ്റ്, റെഗുലർ എക്സസൈസ് ഈസ് എ മസ്റ്റ് ആസ് യു ഗ്രോ ഓൾഡർ. നീ പ്രായമാകും തോറും റെഗുലർ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരാശയം കൊടുക്കാനായിട്ടാണ് നമ്മളവിടെ മോഡൽ വെർബായ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി മസ്റ്റിൻ്റെ രണ്ടാമത്തെ ആശയത്തിലോട്ട് പോകാം. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് പറയുവാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഊഹങ്ങൾ പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, യു മസ്റ്റ് ബി ടയേർഡ്. ഈ സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷീണിതരായിരിക്കും അല്ലെങ്കിൽ ടയേർഡായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല. അവൻ ഇന്ന് വർക്കിന് വന്നപ്പോൾ വളരെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. വർക്കൊക്കെ ചെയ്യുന്നത് വളരെ ക്ഷീണത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനെ നോക്കിയിട്ട് പറയുകയാണ്, അതായത് എനിക്കറിയാം അവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ അവനെ നോക്കിയിട്ട് പറയുകയാണ്, യു മസ്റ്റ് ബി ടയേർഡ് എന്ന് വെച്ചാൽ നിനക്ക് നല്ല ക്ഷീണമുണ്ടാകും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ തന്നെ നിങ്ങളിത് ഓർക്കുക, ഇതെൻ്റെ ഊഹമാണ്, എൻ്റെ സ്പെക്കുലേഷനാണ്. ഇങ്ങനെ നമ്മുടെ ഊഹങ്ങൾ പറയുവാനായിട്ട് മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. യു മസ്റ്റ് ബി ഹംഗ്രി. ഇതും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. എൻ്റെ സുഹൃത്ത് രാവിലെ ഭക്ഷണം കഴിച്ചില്ല. അപ്പം ഉച്ചയായപ്പോൾ എനിക്ക് മനസ്സിലായി അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, യു മസ്റ്റ് ബി ഹംഗ്രി എന്ന് വെച്ചാൽ നിനക്ക് നല്ല വിശപ്പുണ്ടാകും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് ഓർക്കുക, ഇതെല്ലാം എൻ്റെ സ്പെക്കുലേഷനാണ്, എൻ്റെ ഊഹമാണ്, പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വെർബ് ബി അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കാണാം മസ്റ്റിൻ്റെ കൂടെ. ഇതേപോലത്തെ സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ വെർബ് ബിയും മസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. നെക്സ്റ്റ്, യു മസ്റ്റ് നോട്ട് ബി ടയേർഡ്. നെഗറ്റീവാണ്. യു മസ്റ്റ് ബി ടയേർഡിന് നെഗറ്റീവാണ് യു മസ്റ്റ് നോട്ട് ബി ടയേർഡ്. നിനക്ക് വലിയ ക്ഷീണം കാണത്തില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് നിങ്ങൾ ഓർക്കുക, ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക. സ്പെക്കുലേഷനാണ്, ഇതെല്ലാം എൻ്റെ ഊഹമാണ് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. യു മസ്റ്റ് നോട്ട് ബി ടയേർഡ്, നിനക്ക് വലിയ ക്ഷീണം കാണത്തില്ല എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ആ ഒരു ഐഡിയയാണ് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടത്. മീൻസ് ഞാൻ പറയുന്നത് എൻ്റെ ഊഹമാണെന്നുള്ളൂ. ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പത്തെ സിറ്റുവേഷൻ എടുക്കാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവൻ ഉച്ചയായിട്ട് നല്ല ഉഷാറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, യു മസ്റ്റ് നോട്ട് ബി ടയേർഡ്, നിനക്ക് വലിയ ക്ഷീണം കാണത്തില്ല എന്ന് ഞാൻ ഊഹിച്ച് പറയുകയാണ്.
നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഇതേ സെൻറ്റൻസ് തന്നെയാണ്. യു മസ്റ്റ് നോട്ട് ബി ഹംഗ്രി. നിനക്ക് വലിയ വിശപ്പ് കാണില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഇതും എൻ്റെ ഊഹമാണ്. രാവിലെ എൻ്റെ സുഹൃത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഉച്ചയായിട്ടും അവന് വിശപ്പൊന്നുമില്ല, സ്മാർട്ടായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറയാൻ ചാൻസ് ഉള്ളൊരു സെൻറ്റൻസാണിത്. യു മസ്റ്റ് നോട്ട് ബി ഹംഗ്രി. നിനക്ക് വലിയ വിശപ്പ് കാണില്ല എന്ന്. അപ്പം ഇത് ഓർക്കുക, ഇതെല്ലാം എൻ്റെ സ്പെക്കുലേഷനാണ്. അപ്പം ഇതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹി മസ്റ്റ് ലൈക്ക് ഹിസ് ജോബ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ ആശയം ഞാൻ ആദ്യം പറയാം. അതായത് എൻ്റെ സുഹൃത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. അതായത് അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെയും താല്പര്യത്തോടെയും അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പറയുകയാണ് ഹി മസ്റ്റ് ലൈക്ക് ഹിസ് ജോബ് എന്ന് വെച്ചാൽ അവനവൻ്റെ ജോലി ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. മീൻസ് അവനവൻ്റെ ജോലി വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് ഞാൻ ഊഹിച്ചു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ജോലിയോടുള്ള ഇൻട്രസ്റ്റും ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് ഞാൻ ഊഹിച്ചു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ടും നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. മീൻസ് സ്പെക്കുലേഷനാണ്. അതാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. ഹി മസ്റ്റ് ലൈക്ക് ഹിസ് ജോബ്. ആ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നതും. ഹി മസ്റ്റ് റിയലി ലൈക്ക് ഹിസ് ജോബ്. അവിടെ റിയലി എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് അവനവൻ്റെ ജോലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഐഡിയ ഓർക്കുക, ഇതെൻ്റെ ഊഹമാണ്. ആ ഒരു ഐഡിയ വേണം നിങ്ങൾ ആ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ദേ മസ്റ്റ് ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ, എൻ്റെ വീടിനടുത്ത് പുതിയൊരു കട വന്നു. അപ്പോൾ ആ കടയിൽ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്ന മീൻസ് ഭയങ്കര കച്ചവടമാണ്. അപ്പോൾ ഞാനത് കണ്ടിട്ടിങ്ങനെ അവരെ നോക്കി പറയുകയാണ് ദേ മസ്റ്റ് ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. അവരൊരുപാട് ക്യാഷ് മണി സമ്പാദിക്കുന്നുണ്ടാകും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഇതെല്ലാം എൻ്റെ ഊഹമാണ്, സ്പെക്കുലേഷനാണ്. ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഊഹിച്ച് പറയുന്നൊരു സെൻറ്റൻസാണത്. ദേ മസ്റ്റ് ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. അതായത് ഞാൻ ആ കടയിലെ ആൾക്കൂട്ടവും തിരക്കും കച്ചവടമൊക്കെ കണ്ടിട്ട് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്ത് പറയുന്ന ഒരു സെൻറ്റൻസാണിത്. അങ്ങനെ വേണം നിങ്ങൾ അതിൻ്റെ ഐഡിയ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഡേവിഡ് ഈസ് ഇൻ ഹോം യെറ്റ്. ഡേവിഡ് ഇതുവരെയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല. ഹി മസ്റ്റ് ബി വർക്കിംഗ് ലേറ്റ് ടു നൈറ്റ്. അവൻ താമസിച്ചും മീൻസ് രാത്രി വൈകിയും ജോലി ചെയ്യുകയായിരിക്കും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് ഡേവിഡ് ഇതുവരെയായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ് ഡേവിഡ്. അവൻ ഇതുവരെയായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. അത് ഞാൻ പറയുന്ന സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡേവിഡ് ഈസ് ഇൻ ഹോം യെറ്റ്. ഡേവിഡ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഹി മസ്റ്റ് ബി വർക്കിംഗ് ലേറ്റ് ടു നൈറ്റ്. അവൻ രാത്രി വൈകിയും മീൻസ് രാത്രിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. മീൻസ് എൻ്റെ ഊഹമാണ്, ഞാൻ ഊഹിച്ച് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കരുതി വച്ചിരിക്കുക. ഇനി 3 സെൻറ്റൻസുകൾ നോക്കാം. ഞാൻ ഈ സെൻറ്റൻസുകൾ ആദ്യം വായിക്കാം, എന്നിട്ട് അതിൻ്റെ മലയാളത്തിലുള്ള ആശയം പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഐ മസ്റ്റ് സേ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ഫ്രം ഹിം. രണ്ടാമത്തത്, ഐ മസ്റ്റ് സേ യു ലുക്ക് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. മൂന്നാമത്തത്, ഐ മസ്റ്റ് സേ യുവർ ഡെഡിക്കേഷൻ ടു ദിസ് പ്രോജക്റ്റ് ഈസ് ഇംപ്രസീവ്. ഈ 3 സെൻറ്റൻസുകളിൽ ഞാൻ ഐ മസ്റ്റ് സേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ എന്ന് ഞാൻ പറയും, എന്ന് ഞാൻ ഉറപ്പായും പറയും, എന്ന് ഞാൻ തീർച്ചയായും പറയും എന്നൊരു രീതിയിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറില്ലേ, അതേ ആശയം തന്നെയാണ് ഐ മസ്റ്റ് സേക്കുമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഐ മസ്റ്റ് സേ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ഫ്രം ഹിം. അവനിൽ നിന്ന് ഞാൻ ആ കാര്യം കേട്ടതിൽ സർപ്രൈസ്ഡ് ആയി എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി എന്നൊരു കാര്യത്തെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തു കാണിക്കാനായിട്ടാണ്, മീൻസ് എംഫസൈസ് ചെയ്ത് പറയുവാനായിട്ടാണ് നമ്മളവിടെ ഐ മസ്റ്റ് സേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് മലയാളത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു ശൈലി, അതായത് എന്ന് ഞാൻ പറയും, എന്ന് ഞാൻ ഉറപ്പായും പറയും, എന്ന് ഞാൻ തീർച്ചയായും പറയും എന്നൊരാശയമാണ് ഐ മസ്റ്റ് സേക്കുള്ളത്. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഐ മസ്റ്റ് സേ യു ലുക്ക് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ ഡ്രസ്സ് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ അവനെ നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ഐ മസ്റ്റ് സേ, ഞാൻ ഉറപ്പായും പറയും, യു ലുക്ക് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. നീ വളരെയധികം മനോഹരമായിട്ടുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഐഡിയ പിടിയിടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ മസ്റ്റ് സേ
യുവർ ഡെഡിക്കേഷൻ ടു ദിസ് പ്രോജക്റ്റ് ഈസ് ഇംപ്രസീവ്. ഇതും അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഞങ്ങളുടെ ഓഫീസിലെ പ്രോജക്റ്റിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അവരെ നോക്കി പറയുകയാണ്, ഐ മസ്റ്റ് സേ, ഞാൻ ഉറപ്പായും പറയും, യുവർ ഡെഡിക്കേഷൻ ടു ദിസ് പ്രോജക്റ്റ് ഈസ് ഇംപ്രസീവ്. എൻ്റെ പ്രോജക്റ്റിനുള്ള ആ ഒരു ഡെഡിക്കേഷൻ ഇംപ്രസീവ് ആണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു ശൈലിയിലും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കാറുണ്ട്. ഇതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. വളരെ കോമൺ ആണ്. മസ്റ്റിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആശയങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.